ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളൊക്കെ ആപ്പിൾ ഇതുപോലെ മുറിച്ച് ചുമ്മാ കഴിച്ച് മടുത്ത് കാണും. അപ്പം നമുക്കൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചാലോ? ആപ്പിൾ കൊണ്ട് സിമ്പിളായിട്ടുള്ള വീട്ടിലെപ്പോഴും അവൈലബിളായി കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി. അത്രയും ഇൻഗ്രീഡിയൻസേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? സിമ്പിൾ ആൻഡ് ഈസിയാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ആപ്പിളാണ്. അത് കഴുകി നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ പകുതിയാക്കി അതിൻ്റെ ആ ഒരു പുരുവും അതിൻ്റെ ആ ഒരു തണ്ടും ആ ബാക്കിലെ ആ ഒരു ഇതുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നല്ല നേർത്ത രീതിയിൽ ഇതുപോലെ സ്ലൈസ് ചെയ്യണേ. ഇതുപോലെ സ്ലൈസ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത്. അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, ഒരേ ഒരു പച്ചമുളക് മതി. ഇച്ചിരി എരിവുള്ള പച്ചമുളക് തന്നെ വേണേ. ഈ ഒരു വലിപ്പത്തിലുള്ള പച്ചമുളക് എടുക്കാൻ ശ്രമിക്കണം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് അതും കൂടെ ചേർക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരെടുത്താൽ മതി. അപ്പോൾ പകുതിയുടെ നീരെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാ നീരും, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. 1/2 ടീസ്പൂൺ മതി ഉപ്പ്. കൂടുതൽ ഇടല്ലേ, 1/2 ടീസ്പൂൺ തന്നെ അത്രയും ഇട്ടാൽ മതി. പിന്നെ നമുക്കിതിനകത്ത് ഇടേണ്ടത് ഒരു ടീസ്പൂൺ വിനാഗിരി. ഞാനിപ്പോൾ ആപ്പിൾ സൈഡ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ മതി, കൂടുതൽ ചേർക്കില്ല, ഒരൊറ്റ ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം എപ്പോഴും സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ മിക്സ് ചെയ്യാൻ നോക്കണേ. സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. ആപ്പിൾ മുറിഞ്ഞു പോകരുത്. എന്ന് വെച്ചാൽ നേർത്ത രീതിയിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തത്. അത് മുറിഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ആ ഭംഗി കുറയും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. കൈവച്ച് മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ എങ്ങനായാലും എടുത്ത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ ഈ വീഡിയോ. അപ്പം താങ്ക് യു.